ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപിക്സ്. 2016 നമ്മുടെ FCA ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് ജീപ്പ് കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് FCA ഒക്കെ മാറി വലിയൊരു ഓട്ടോമോട്ടീവ് ജയൻ്റായ സ്റ്റെല്ലാൻഡസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തായാലും അന്ന് ഇവർ ജീപ്പ് 2016 കൊണ്ടുവന്ന സമയത്ത് റാംഗ്ലറും ഗ്രാൻഡ് ചെറോക്കിയും വെച്ചാണ് ലോഞ്ച് ചെയ്തത്. രണ്ടും CB വണ്ടികളായിരുന്നു, നല്ല വിലയായിരുന്നു. അതുകൊണ്ട് തന്നെ 2017 ഇവർ മാക്സിമം അത്യാവശ്യം ഒരു 70% എടുത്ത് അല്ലെങ്കിൽ 60% എടുത്തൊക്കെ ലോക്കലൈസ് ചെയ്തിട്ടാണ് അന്ന് ഇവിടെ കോമ്പസ് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ അതൊരു വൺ ഹിറ്റായിരുന്നു. 14 lakhs അറൗണ്ട് 15 lakhs എക്സ്ഷോറൂം പ്രൈസിന് അടുത്താണ് ഈ വാഹനം അവർ അന്നത്തെ കാലത്ത് ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങി. 2019-20 ആ ഒരു സമയം വരെ ഇതിന് അത്യാവശ്യം മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടായിരുന്നു. 21 ആയപ്പോഴേക്കും ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. ആ സമയത്ത് അത്യാവശ്യം ഡിമാൻഡ് ഒന്ന് കൂടിയതാണ്. പക്ഷേ പിന്നീട് വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് ഡെഡായ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അധികം ആൾക്കാർക്കൊന്നും വണ്ടി വേണ്ട, വില വല്ലാതെ കൂടി. ടോപ്പിൻ്റെ ഏകദേശം 38 മുതൽ 40 ലക്ഷം രൂപ വരെയൊക്കെ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ആ പ്രൈസിൽ ഇഷ്ടംപോലെ വേറെ ഓപ്ഷൻസ് വന്നുകൊണ്ട് അതാണ് എടുക്കുന്നത്. എന്തായാലും ഇൻ്റർനാഷണലി ഇപ്പോൾ പുതിയ തേർഡ് ജനറേഷൻ കോമ്പസ് വന്നിട്ടുണ്ട്. എനിക്കറിയാം നമുക്കിവിടെ ഫസ്റ്റ് ജനറേഷൻ മോഡൽ കിട്ടിയിട്ടില്ല, സെക്കൻഡ് ജനറേഷനാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണലി ഇപ്പോൾ തേർഡ് ജനറേഷനാണ് വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഈ വണ്ടി ഒന്ന് നോക്കുന്നത് നല്ലതാണല്ലോ. ഓൾറെഡി ഇപ്പോൾ ഇന്ത്യയിലുള്ളൊരു വാഹനമാണല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലായിരിക്കും. എനിവേ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഫ്രണ്ട് ഡിസൈൻ നോക്കാനാണെങ്കിൽ ഇത് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പസിൻ്റെ കുറച്ച് റെവല്യൂഷണറി ആയിട്ടുള്ള ഡിസൈൻ ആണെന്ന് പറയാം. അവർ മൊത്തത്തിൽ എക്സ്റ്റീരിയർ ഡിസൈനിൽ അറ്റ്ലീസ്റ്റ് ഫ്രണ്ടിലെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ക്ലിയർ ആയിട്ട് നോക്കാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡിഫറൻസ് ഇതിനകത്ത് കാണാൻ പറ്റും. ലൈറ്റൊക്കെ അത്യാവശ്യം വ്യത്യാസമുണ്ട്. ഗ്രില്ലിൽ തന്നെ ഓൾമോസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത്. ജീപ്പിൻ്റെ ടിപ്പിക്കൽ 7 സ്ലാഗ് ഗ്രില്ലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമ്മുടെ ഹെഡ്ലൈറ്റിന് താഴെ നിങ്ങൾ ചെറിയൊരു ബ്ലാക്ക് കളർ വെട്ട് കാണുന്നുണ്ടായിരിക്കും. അത് വെറുതെ ഒരു വെട്ടല്ല, അത് എയർ ഡാം ആണ്. അതായത് അത് ഫങ്ഷണൽ സാധനമാണ്, അതിൻ്റെ അകത്തൂടെ എയർ പോകും. സോ അതിൻ്റെ നമ്മുടെ ഒരു ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എയറോഡൈനാമിക് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴത്ത് നമുക്ക് സ്പീഡ് അനുസരിച്ച് അല്ലെങ്കിൽ മോട്ടറിനൊക്കെ കൂളിംഗ് വേണ്ട സമയത്ത് തുറക്കുന്ന രീതിയിലുള്ള വെൻസും കൊടുത്തിട്ടുണ്ട്. അത് തന്നെ തുറക്കടക്കുകയൊക്കെ ചെയ്യും. നമ്മളിപ്പോൾ ഈ അടുത്ത് ക്രെറ്റ ഇലക്ട്രിക്കൽ കണ്ടില്ലേ, ഏകദേശം ആ ഒരു സെറ്റപ്പാണ്. മൊത്തത്തിൽ ഫ്രണ്ട് കാണാൻ അത്യാവശ്യം നല്ല റഗഡ് ലുക്ക് ഉണ്ട്. നേരത്തെ കോമ്പസിന് ഏകദേശം അതുപോലത്തെ ലുക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ റഗഡായി. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ കോമ്പസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ ലെങ്ത് സിഗ്നിഫിക്കൻ്റ്ലി കൂടിയിട്ടുണ്ട്, വീൽ ബേസും ഒരുപാട് കൂടിയിട്ടുണ്ട്. നമ്മുടെ നേരത്തെ കോമ്പസ് 4.4 മീറ്റേഴ്സിന് അടുത്ത് ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ക്രെറ്റയൊക്കെ കുറച്ചും കൂടെ വലുപ്പമുണ്ട് എന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ വണ്ടി അങ്ങനെയല്ല. 4548 മില്ലിമീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്, അതായത് 4.55 മീറ്റേഴ്സിന് അടുത്ത് ലെങ്ത് വന്നിട്ടുണ്ട്. വീൽ ബേസും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. 2795 മില്ലിമീറ്റേഴ്സ് ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ്. അതായത് നേരത്തെ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 159 മില്ലിമീറ്റേഴ്സ് ആണ് വീൽ ബേസ് കൂടിയിരിക്കുന്നത്. അതുപോലെ 150 മില്ലിമീറ്റേഴ്സ് ലെങ്ത്തും കൂടിയിട്ടുണ്ട്. സോ അത് വളരെ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് എന്ന് തന്നെ പറയും ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ. ആൻഡ് വണ്ടിയുടെ സൈഡിൽ നോക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു വലുപ്പം അത്യാവശ്യം ഫീൽ ചെയ്യും. ഇതിന് പ്രത്യേകിച്ച് ആ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഏരിയ ഒക്കെ നോക്കാനാണെങ്കിൽ മറ്റേ വണ്ടിയിലെ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ വളരെ ചെറുതായിരുന്നു. ഇതിനകത്ത് പക്ഷേ അതിലൊക്കെ അത്യാവശ്യം നീളം വന്നിട്ടുണ്ട്. ആൻഡ് ബാക്കിലേക്കുള്ള ആ ഒരു എക്സ്റ്റൻഷനും കൂടിയിട്ടുണ്ട്. പക്ഷേ ഇവർ ഇതിൻ്റെ അപ്രോച്ചും അതുപോലെ ഡിപ്പാർച്ചർ ആംഗിളും ബെറ്റർ ആക്കാനായിട്ട് ഫ്രണ്ടും ബാക്കും ഓവർ ഹാങ്സ് അത്യാവശ്യം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീൽസ് ഇപ്പോൾ കുറച്ചും കൂടെ അകന്നാണ് ഇരിക്കുന്നത്. അതായത് വീൽ ബേസ് ബേസിക്കലി കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ വീൽ ബേസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത്. ഇനി വീൽസിലേക്ക് വരുമ്പോൾ ഇതിനകത്തൊരു 19 ഇഞ്ച് അലോയ് വീൽസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. കാണാൻ വലിയ കുഴപ്പമില്ല, അങ്ങനെ ഭയങ്കര സ്റ്റൈലിഷ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള അലോയ് വീൽസ് അവർ കൊടുത്തിട്ടുണ്ട്. 19 ഇഞ്ച് വരെയാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി അതിൽ കൂടുതൽ ഓപ്ഷൻസ് വരുമെന്നറിയില്ല. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരാനാണെങ്കിൽ ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളെയും പോലെ തന്നെ ഇതിനും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ജീപ്പിൻ്റെ ചെറിയൊരു ഇലൂമിനേറ്റഡ് ലോഗോ ഒക്കെ അവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ടെയിൽ ലാംപ്സ് റെഡ് ആയതുകൊണ്ട് തന്നെ അതും റെഡ് കളറിൽ തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. ഇതിന് എക്സ് ഷേപ്പ് അല്ലെങ്കിൽ എക്സ് ഗിഗാ ടൈപ്പ് ടെയിൽ ലാംപ്സ് എന്തോയാണ് ജീപ്പ് പറയുന്നത്. എനിവേ കാണുമ്പം ഒരു എക്സ് പോലെ ഉണ്ട്. ഒരു സൈഡിൽ എക്സിൻ്റെ പകുതി വരെയും മറ്റേ സൈഡിൽ എക്സിൻ്റെ ബാക്കി വരെയും. ആ എക്സിൻ്റെ ഒരു വര എന്നുള്ളത്, അതായത് നടുവിലത്തെ വര രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബമ്പറിൻ്റെ ഡിസൈൻ കാണാം, വളരെ സ്പോർട്ടി ഒന്നുമല്ല, ഒരു നോർമൽ ആയിട്ടുള്ള ബമ്പറാണ്. ഇതിനകത്ത് ബാക്കിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് ബാഡ്ജിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതിൻ്റെ തന്നെ ഒരു 4 വീൽ ഡ്രൈവ് മോഡലുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. ഫ്രണ്ടിലത്തെ ബമ്പറിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകത്ത് അപ്രോച്ച് ആംഗിൾ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ആൻഡ് മറ്റേ വണ്ടിയിൽ നമുക്ക് ബമ്പറിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ താഴത്തുണ്ടായിരുന്ന കുറച്ച് പോർഷൻ ബോഡി കളറായിരുന്നു. പക്ഷേ ഇതിനകത്ത് അവർ അതും കുറച്ച് റഗഡ് ലുക്ക് കുറച്ചുകൂടെ കൂട്ടാനായിട്ടായിരിക്കും ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ അത് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ റിയർ പ്രൊഫൈലിലേക്ക് വരാനാണെങ്കിലും ബമ്പറിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതൊക്കെ അപ്രോച്ച് ആംഗിൾ ഇത്തിരി കൂടെ ബെറ്റർ ആക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റേ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റഗഡ് ലുക്ക് കിട്ടുന്ന ഒരു ബമ്പറാണ് ഇതിനകത്തും വരുന്നത്. സ്പോയിലറും സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാ വണ്ടിയിലും കിട്ടുന്നുണ്ട്. പിന്നെ 4 വീൽ ഡ്രൈവ് എടുക്കാനാണെങ്കിൽ ബാക്കിൽ 4XCയുടെ ഒരു ബാഡ്ജിങ്ങും വരുന്നുണ്ട്. അത് മറ്റേ വണ്ടിയിലില്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പം അവിടെയും ഇവർ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് തന്നെ വരുത്തിയിട്ടുണ്ട്. ബൈ ദ വേ നമ്മൾ ഇതുവരെ പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ വാഹനം പുതിയ ജനറേഷൻ എന്ന് പറയുമ്പം ലിറ്ററലി പുതിയ ജനറേഷൻ തന്നെയാണ്. പ്ലാറ്റ്ഫോം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കമ്പനികളെ പോലെ ഞങ്ങൾ ജനറേഷൻ മാറ്റി എന്ന് പറഞ്ഞ് സെയിം പ്ലാറ്റ്ഫോമിൽ സെയിം വണ്ടി തന്നെ കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വെച്ച് വരുത്തിയിട്ടല്ല ഇവർ ഇറക്കിയിരിക്കുന്നത്. നേരത്തെ SCCS പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിരുന്നു. ഇപ്പോൾ പക്ഷേ ഇവരുടെ STLA മീഡിയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം വരുന്നത്. അതായത് നമ്മുടെ C5 എയർക്രോസ്, പ്യൂഷോയുടെ 308 അങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. വോക്സോണിൻ്റെ ഒരു വാഹനം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ
വരുന്നുണ്ട്. എന്തായാലും ഇൻറ്റീരിയർ ഒക്കെ കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ വരുത്തിയിട്ടുണ്ട്. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടൊക്കെ എടുക്കുകയാണെങ്കിലും വളരെ പ്രീമിയമാണ്. ഇതിന് മുന്നേ നമുക്ക് കിട്ടിയ ഒരു ഫേസ് ലിഫ്റ്റ് കോമ്പസും അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ ഇത് അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് ഒരു ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയാം. സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ മഹീന്ദ്രയുടെ ബോൺ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ വന്ന പോലെ ടോപ്പും ബോട്ടും രണ്ടും ഒരു ഫ്ലാറ്റ് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തേക്കുന്നത്. താഴത്ത് മാത്രമല്ല ഫ്ലാറ്റ് ബോട്ടം വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചും പിന്നെ അഡാസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ കൺട്രോൾസ് ഒക്കെ വരുന്നത്. റൈറ്റ് സൈഡിൽ നമ്മുടെ ഓഡിയോ കൺട്രോൾസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കാണാനും ഒരു പുതിയ ടൈപ്പ് ഡിസൈനാണ്. നടുവിൽ ജീപ്പിൻ്റെ ലോഗോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ അതും 10.25 ഇഞ്ചാണ് സൈസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഇൻഫർമേഷനൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി മിക്ക ചൈനീസ് കമ്പനികളും വലിയ വലിയ ഇൻഫർടൈം സ്ക്രീനൊക്കെ നിങ്ങൾ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാകും. ഓർ ഈവൻ ടെസ്ല ആണെങ്കിലും അത് കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ ജീപ്പും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. 16 ഇഞ്ച് ഇൻഫർടൈം സിസ്റ്റമാണ് നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന കാണുന്നത്. അതും സാധാരണ അതിലൊരു ടൈപ്പ് ഓഫ് റെക്റ്റാങ്കിൾ ആണെങ്കിലും കുറച്ച് ഈവൻ സൈസ് റെക്റ്റാങ്കിൾ ആയിരിക്കും. ഇത് പക്ഷേ ഒരു ഇത്തിരി നീളം കൂടിയ റെക്റ്റാങ്കിൾ ആണ് എന്ന് പറയേണ്ടി വരും. നല്ല നീളമുണ്ട്, ഓർ വീതി എന്ത് വേണമെങ്കിലും പറയാം. എനിവേ കാണുമ്പോൾ നമുക്ക് നല്ലൊരു വലുപ്പം തോന്നിയ രീതിയിൽ, പക്ഷേ അതങ്ങോട്ട് പരന്ന് കിടക്കുക ആ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ഏരിയ മുഴുവൻ. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ AC കൺട്രോൾസും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തെ ഒരു നോബ് ഉണ്ടല്ലേ, അവിടെ നമുക്ക് AC കുറച്ച് കൺട്രോൾസും അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ റോട്ടറി നോബും കൊടുത്തിട്ടുണ്ട്. വോളിയം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ ഈ തോണ്ടി വോളിയം ഒന്നും കുറയ്ക്കേണ്ട ആവശ്യം ഇതിൻ്റെ അകത്തില്ല. ഇനി പഴയ വണ്ടിയിൽ സ്റ്റോറേജ് സ്പേസ് കുറവായിരുന്നു എന്ന് പറഞ്ഞ് ജീപ്പ് ഇതിൻ്റെ അകത്ത് ഡാഷ്ബോർഡിൽ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് സ്റ്റോറേജ് വരുന്നുണ്ട്, ഡാഷ്ബോർഡിൻ്റെ നടുവിലായിട്ട് കുറച്ച് സ്റ്റോറേജ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ 30 ലിറ്റേഴ്സിനടുത്ത് സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ ഫ്രണ്ടിൽ അവൈലബിൾ ആണ് എന്നാണ് അവർ പറയുന്നത്. അതും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇനി സീറ്റ്സിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ഓക്കെ ആണ്, പക്ഷേ കളർ തീം കുറച്ച് സിമ്പിളായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും കാണുമ്പം. കാരണം ഒരു ഗ്രേ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ പോലെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സീറ്റ്സ് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അതായത് സൈഡ് ബോൾസ്റ്ററിംഗ് ഒക്കെ കാണുമ്പം അത്യാവശ്യം സപ്പോർട്ടീവായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് അതുപോലെ കൺസോളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ബൈ ദ വേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു ഡബിൾ പാനൽ സംഭവമൊക്കെ വരുന്നുണ്ട്. നമുക്ക് താഴത്തായിട്ട് വേറൊരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്, മുകളിൽ വയർലെസ് ചാർജർ, പിന്നെ നമ്മുടെ ഡ്രൈവ് മോഡ് സെലക്ടർ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ്. പിന്നെ പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ഒരു പാനോറാമിക് സൺറൂഫാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ വണ്ടിക്ക് നീളം കൂടിയതുകൊണ്ടും റൂഫിന് ലെങ്ത് കൂടിയതുകൊണ്ടും ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു സൈസ് കൂട്ടാനും സാധ്യതയുണ്ട്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലോട്ട് കടക്കാം. ഇവർ ഈ പ്ലാറ്റ്ഫോം മാറ്റി എന്ന് പറയുമ്പോൾ അത് വെറുതെ മാറ്റിയതല്ല. ഈ പുതിയ പ്ലാറ്റ്ഫോമിൽ ഇലക്ട്രിക് സപ്പോർട്ട് ചെയ്യും, ഹൈബ്രിഡ് സപ്പോർട്ട് ചെയ്യും, മൈൽഡ് ഹൈബ്രിഡ് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പവർ ട്രെയിൻ ഓപ്ഷൻസും സപ്പോർട്ട് ചെയ്യും. സാധാരണ പെട്രോളും സപ്പോർട്ട് ചെയ്യും. ഡീസലിൻ്റെ കാര്യം ഇവർ ലോഞ്ചിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ചില മാർക്കറ്റ്സിലൊക്കെ ഡീസലും എക്സ്പെക്റ്റ് ചെയ്യാം. എനിവേ ഇതിനകത്ത് ആദ്യം വരുന്ന ഒരു ബേസിക് 1.2 ലിറ്റർ NA പെട്രോൾ എഞ്ചിനെ പെയർ ചെയ്ത് വരുന്ന ഹൈബ്രിഡ് സിസ്റ്റമാണ്. അതൊരു മൈൽഡ് അല്ല 48 വോൾട്സിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന 12 വോൾട്ട് ഹൈബ്രിഡ് സിസ്റ്റം പോലൊന്നും അല്ല. പക്ഷേ എന്നാലും അങ്ങനെ ഒരുപാട് പവറൊന്നും ഉണ്ടാക്കുന്നില്ല. 148 bhp കമ്പൈൻഡ് ഔട്ട്പുട്ട് വരുന്നുള്ളൂ. 1.2 ലിറ്റർ എഞ്ചിനും ആണല്ലോ. അതിനകത്ത് വേണ്ടി 0.9 kWh ബാറ്ററി പാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ടാണ് തന്നെ വരുന്നത്. ഇനി അടുത്തതൊരു പ്ലഗ്-ഇൻ ഹൈബ്രിഡ് ഓപ്ഷനാണ്. നമുക്ക് ഇന്ത്യയിലെ പ്ലഗ്-ഇൻ ഹൈബ്രിഡ് അത്ര പോപ്പുലർ അല്ലെങ്കിലും പുറത്തൊക്കെ അത് അത്യാവശ്യമുണ്ട്. അതായത് ബേസിക്കലി വണ്ടിയുടെ എഞ്ചിന് മാത്രമായിട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റില്ല, നമ്മളോട് കുത്തിയാലേ ചാർജ് ആവുള്ളൂ. കാരണം 21 kWh ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ബാറ്ററിയുടെയും മോട്ടറിൻ്റെയും രണ്ടിനെയും കൂടെ കമ്പൈൻഡ് ഔട്ട്പുട്ട് നോക്കുമ്പോൾ 195 bhp അടുത്ത് പവർ വരുന്നുണ്ട്. ആൻഡ് അവരിതിനകത്ത് 1.6 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ഉപയോഗിച്ചിരുന്നത്. ആദ്യത്തേതിനകത്ത് 1.2 3 സിലിണ്ടർ എഞ്ചിനായിരുന്നു. ഇതിനകത്തേക്ക് വന്നപ്പോഴേക്കും പ്ലഗ്-ഇൻ ഹൈബ്രിഡായി പവറും കൂടി, അതുപോലെ തന്നെ ഇതിനകത്ത് എന്തായാലും മൈലേജും കൂടുതൽ കിട്ടും. പക്ഷെ നമ്മൾ കൊണ്ട് കുത്തിയിടണം എന്ന് മാത്രം. ഇനി അടുത്തതിൻ്റെ ഇലക്ട്രിക് പവർ ട്രെയിൻ ആണ്. അതാണ് ആക്ച്വലി കുറച്ച് വൈഡ് വെറൈറ്റിയിൽ നിൽക്കുന്നത്. നമുക്ക് 2 ബാറ്ററി കൺഫിഗറേഷൻ അവൈലബിൾ ആണ്. ഒന്നൊരു 73 kWh ബാറ്ററി പാക്കാണ്. അതിൻ്റെ അകത്ത് 213 PS ആണ് പവർ വരുന്നത്. അതുപോലെ തന്നെ 500 കിലോമീറ്റേഴ്സിനടുത്ത് WLTP ക്ലെയിംഡ് റേഞ്ചും ഉണ്ട്. സോ 450 ഒക്കെ എങ്ങനെയാലും കിട്ടും. ഇനി പിന്നെ വരുന്നൊരു 97 kWh ബാറ്ററി പാക്കാണ്. ഇതും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് 233 PS പവറും അതുപോലെ 650 കിലോമീറ്റേഴ്സിൻ്റെ WLTP ക്ലെയിംഡ് ഫിഗറുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫ് ഏകദേശം 600 കിലോമീറ്റേഴ്സൊക്കെ സുഖമായിട്ട് കിട്ടും എന്ന് തന്നെ പറയും. കാരണം 97 kWh എന്ന് പറയുന്നത് വളരെ വലിയൊരു ബാറ്ററി പാക്കാണ്. റെഫറൻസിന് പറയാനാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഇറങ്ങി മഹീന്ദ്രയുടെ ബോൺ ഇലക്ട്രിക് വാഹനങ്ങളിൽ 79 kWh ബാറ്ററി പാക്കാണ് ലോങ് റേഞ്ച് വേരിയൻസിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ 4xe എന്ന ജീപ്പ് വിളിക്കുന്ന ഇലക്ട്രിക് 4 വീൽ ഡ്രൈവ് സിസ്റ്റമാണ് വരുന്നത്. അതായത് ബേസിക്കലി സംഭവം ഡ്യുവൽ മോട്ടോർ സെറ്റപ്പ് ആണ്. ഓവറോൾ കമ്പൈൻഡ് ഔട്ട്പുട്ട് 375 bhp ആണ്. ഇതിൻ്റെ റേഞ്ച് എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് 97 kWh ബാറ്ററി പാക്കിൽ തന്നെ ആയിരിക്കും 4xe കിട്ടാൻ പോകുന്നത് എന്ന് വിചാരിക്കാം. അതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ അല്ല. ടോട്ടൽ പവർ 375 bhp ആയിരിക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ റിയറിൻ്റെ അകത്ത് അവർ ഒരു അഡീഷണൽ മോട്ടർ ആഡ് ചെയ്യും.
അത് 179 PS പവറും 232 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടിനെയും കൂടെ കമ്പൈൻഡ് ഔട്ട്പുട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 375 BHP. എന്തായാലും ജീപ്പ് പറയുന്നതനുസരിച്ച് ഈ വാഹനത്തിൻ്റെ റിയർ വീൽസിലേക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പവർ ചാനൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അവർ കൊടുത്തിരിക്കുന്നതെന്നാണ്. സോ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് റിയർ വീൽസ് തന്നെ അത്യാവശ്യം നല്ല കേപ്പബിൾ ആണ്. ഫ്രണ്ട് വീൽസിന് ട്രാക്ഷൻ ഇല്ലെങ്കിലും റിയർ വീൽസിന് സുഖമായിട്ട് കയറി പോകാം എന്നുള്ള രീതിയിലാണ് അവരിപ്പം മാർക്കറ്റ് ചെയ്യുന്നത്. അതൊക്കെ എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷൻ. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് ഇത് ഇന്ത്യയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അവിടെ ചിലപ്പം നിങ്ങൾ നിരാശപ്പെട്ടേക്കാം. കാരണം ഇത്രയും കാലം ജീപ്പ് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിച്ചാണ്. പക്ഷേ വണ്ടിയുടെ പ്ലാറ്റ്ഫോം മാറി, പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ അവരിപ്പോൾ അസംബിൾ ചെയ്യുന്നത് പോലെ തന്നെ കോമ്പസിയോട് അസംബിൾ ചെയ്താൽ പോലും 1.5 മുതൽ 2 ലക്ഷം രൂപ വരെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ അഡീഷണൽ എമൗണ്ട് കൂടുതൽ ആൾക്കാർ കൊടുക്കേണ്ടി വരും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അത്രയും ഇപ്പോഴുള്ള വണ്ടി തന്നെ വിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇനി പുതിയ ജനറേഷൻ അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ഇവിടെ ലോക്കലി അല്ലെങ്കിൽ CKD ആയിട്ട് അസംബിൾ ചെയ്യാൻ വിചാരിച്ചാൽ തന്നെ ആവശ്യത്തിന് സെയിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊരു വളരെ വലിയ ഫ്ലോപ്പ് അറ്റംപ്റ്റായി പോകും. അതുകൊണ്ട് തന്നെ അവർ ഈ വണ്ടി ഇവിടെ ഇറക്കുന്നില്ല എന്നാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് നമുക്ക് നോക്കാം. വന്നാൽ നല്ലതായിരുന്നു. കാരണം ജീപ്പിന് ഇപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നല്ല വണ്ടികളൊന്നുമില്ല. കോമ്പസ് ആരും വാങ്ങുന്നില്ല. മെറിഡിയൻ പിന്നെ പണ്ടേ ആൾക്കാർ വാങ്ങി നിർത്തിയതാണ്. പിന്നെ ഉള്ളത് ഗ്രാൻഡ്സറൊക്കെയും റാംഗ്ലറൊക്കെയാണ്. അതിനും സെയിൽസ് ഇങ്ങനെ അധികമൊന്നും ഉണ്ടാവാറില്ല. എന്തായാലും ജീപ്പിൻ്റെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവർ C3 എയർക്രോസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീപ്പിൻ്റെ SUV വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അതിനെപ്പറ്റി കൂടുതലൊന്നും കേൾക്കുന്നില്ല. ചിലപ്പം അവർ പ്ലാൻ ആലോചിച്ചിട്ട് കോസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞത് പിന്നെയും കളഞ്ഞ് കാണുമായിരിക്കും. എനിവേ ജീപ്പ് എന്താണ് ഇന്ത്യയിൽ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോഴും അറിയില്ല. ഇനി ഫോർഡിനും GM-നൊക്കെ ശേഷം ഇന്ത്യ വിടാൻ പോകുന്ന അടുത്ത അമേരിക്കൻ കമ്പനി ജീപ്പാണോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. കാരണം നമ്മളിപ്പം 1 ലാഖിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് വളരെ പെട്ടെന്നാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.